ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടോ. അപ്പോൾ കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളൊന്നായിട്ടുള്ള ഒരു കൊല്ലമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തോട്ട് വന്നത് അമ്മയാണ് കേട്ടോ പറഞ്ഞ്. എനിക്കാണെങ്കിൽ റീൽസ് എടുക്കാനും ഇൻസ്റ്റയിലാണെങ്കിലും ടിക്ടോക്കിലൊക്കെ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തുകൂടെ? ഇപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. എന്നിട്ട് എന്തോ കാരണവശാൽ എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പൊണ്ണുപാപ്പ ഉണ്ടായതിനു ശേഷം ഒരു 6 മാസം 7 8 മാസമൊക്കെ ആയപ്പോൾ തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ പറയുക, നമുക്കിതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നോ, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടുകേൾവി മാത്രമുള്ളൂ, നമുക്കതുപോലെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഒരു കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിന് നമുക്കിങ്ങനെ ഓൾറെഡി ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഞാനതങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്തു തുടങ്ങിയതായിരുന്നു. ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങി. പിന്നെ അതിങ്ങനെ നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി തുടങ്ങി. ഇങ്ങനെ ചെയ്ത് വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. പിന്നെ നമുക്ക് ഫോളോവേഴ്സ് പയ്യെ കയറാൻ തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ എല്ലാവരും കൂടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര ഫോളോവേഴ്സ് ഉണ്ടാവും. നമ്മൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങരുത് കേട്ടോ. ഒരാളുണ്ടാവില്ല, നമ്മളെ അടുത്തറിയണ ആൾക്കാർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ഞാനൊക്കെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു 10 ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുണ്ടായിരുന്നു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ചങ്കായിട്ടുള്ള കൂട്ടുകാരും പിന്നെ നമ്മുടെ കുറച്ച് അടുത്തറിയണ റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്തവരോടൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾക്ക് ആദ്യമായിട്ട് ചാനൽ തുടങ്ങല്ലേ. അപ്പോൾ അവർ ആന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ അവർ കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവർ നമ്മുടെ വീഡിയോസൊക്കെ വ്യൂ ചെയ്ത് നമുക്ക് കുറേ ഇതാവും. നമ്മൾ അങ്ങനത്തെ യാതൊരുവിധ പ്രതീക്ഷകളോ കാര്യങ്ങളൊന്നും വെക്കരുത് കേട്ടോ. അതാണ് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായത്. നമ്മളറിയാത്ത കുറേ സ്ട്രേഞ്ചേഴ്സ് നമ്മളെ കണ്ട് നമ്മളൊരു ഫാമിലി പോലെ കണ്ട് നമ്മുടെ കൂടെ കൂടി നിന്ന് അങ്ങനെയാണ് നമുക്കിങ്ങനെ ഫോളോവേഴ്സൊക്കെ ഇങ്ങനെ പയ്യെ കയറി വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 30 തികയാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സ് വഴി പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജൊക്കെ എത്തിയപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോസ് കയറി റീച്ച് വന്നിട്ട് അങ്ങനെ നമുക്കിങ്ങനെ സബ് കയറിയതാണ്. ഇങ്ങനെ 500 കയറി, 1K 2K, ഇപ്പോൾ അതേ നമുക്ക് 36K ആയിക്കണു. ഇതൊക്കെ എന്താ പറയുക, എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മളെ അറിയാത്ത കുറേ പേര് സ്ട്രേഞ്ചേഴ്സ് പല രാജ്യത്തും പല സ്ഥലങ്ങളിലും പല ജില്ലകളിലുമുള്ള ആൾക്കാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്നവരെ എത്തിച്ചിട്ടുള്ളത്. അപ്പം ഒരിക്കലും ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും യാതൊരുവിധ പ്രതീക്ഷകളോ കാര്യങ്ങളോട് കൂടിയിട്ടല്ല ഉണ്ടാക്കിയ. ബട്ട് ദൈവം സഹായിച്ച് നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി ചാനലിൽ ഇൻകമൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ നമ്മൾ എന്താ പറയുക, ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ വ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഇളയമ്മയുടെ അടുത്ത് പോയിട്ട് ഒരു വാട്ടേറ്റിന് ഡേ ചെയ്തതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഷോർട്സ് ആയിട്ട് ഞാനിങ്ങനെ, എനിക്ക് അപ്പോഴും വീട്ടുകാരുടെയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്കിഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് അവരുടെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വാട്ടേറ്റിനിടെ ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് വേറെ അന്ന് പൊണ്ണൂനെ നടക്കാൻ ഇവിടെ ആയിരുന്നു, നാട്ടിൽ തന്നെയായിരുന്നു. അപ്പം ഞാൻ പൊണ്ണൂനെ നടക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ നടക്കാനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പോയി വന്നു. അന്ന് അവന് പ്രേമ ആദ്യമായിട്ട് വന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടി പ്രേമ. അപ്പോൾ അതൊക്കെ ഓടിച്ച് ഇങ്ങനെ വീട്ടിൽ വന്ന് ജസ്റ്റ് കാഷ്വലായിട്ട് ചാനൽ നോക്കിയപ്പോൾ അതിന് എത്രയോ 1.2.1K വ്യൂ വന്നു. ഫാൻ ഇടട്ടെ ചൂട്. അങ്ങനെ അതിന് വ്യൂ വന്നു. ഞാനിപ്പോഴും ആലോചിക്കുകയാണ്, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അന്ന് ആ വ്യൂ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇതിപ്പോൾ ഒരു 1 വ്യൂവിൽ അല്ലെങ്കിൽ 2 വ്യൂവിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ടാവില്ല. കാരണം എനിക്കന്ന് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഞാനന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തേനെ. ബട്ട് അന്ന് എനിക്ക് അങ്ങനെ എന്തോ ഒരു ഭാഗ്യം ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. പിന്നെ ഓരോ
ദിവസം വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കുറേ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഫുൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും, എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വെറുതെ ഒരു ചാനൽ തുടങ്ങിയിട്ട് കാര്യമില്ല, കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റൊക്കെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. വെറുതെ കിടന്ന് ബോറടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറേ എന്താ പറയുക, ഇങ്ങനെ ഹാക്ക് വീഡിയോസും കാര്യങ്ങളും അങ്ങനെ പല പല വീഡിയോസുകളും ഒക്കെ നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് പയ്യെ പയ്യെ സബ്സ്ക്രൈബേഴ്സ് അല്ല ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ കയറി വന്നു. കുറേ സമയത്തൊക്കെ ഭയങ്കര എന്താ പറയുക ഫോളോവറൊന്നും കയറുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്താൽ അപ്പോഴൊന്നും എനിക്ക് ഭയങ്കര വലിയ ഫോളോവേഴ്സ് 1K 2K ഫോളോവർ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഒരു ദിവസം എനിക്ക് നല്ലത് വരും, ഒരു ദിവസം എനിക്ക് ഇതിൽ നിന്ന് നല്ലത് വരും. എൻ്റെ മൈൻഡ് കീപ്പ് ഓൺ. ഞാനിപ്പോൾ വീട്ടിലിപ്പോൾ പൊണ്ണുബാബി ഉള്ള സമയത്താണെങ്കിൽ ഞാൻ പൊണ്ണുബാബി ഉറങ്ങുന്ന ടൈമിൽ അച്ഛനമ്മയുള്ള സമയത്താണെങ്കിൽ ഞാൻ വേഗം പോയി ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാനിപ്പോൾ മേക്കപ്പ് വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പല കാരണം എനിക്കത് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. അപ്പം എത്ര തന്നെ എന്ത് വിഷമഘട്ടത്തിലൂടെ പോവുകയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇന്നേ വരെ യൂട്യൂബ് ചാനൽ എനിക്ക് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. അത് ഗീവ് അപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇപ്പോൾ ഇത്രയും സബ്ബായിട്ട് കയറി നമ്മൾ നിൽക്കണത്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളത് ഗീവ് അപ്പ് ചെയ്യരുത്. എനിക്കതാട്ടോ തോന്നിക്കണം. നമ്മൾ ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഗീവ് അപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമുക്ക് വല്ലതും എന്തെങ്കിലും യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ എടുക്കേണ്ട വേറെ എന്ത് കാര്യത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഗീവ് അപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നല്ലതും വരും എന്ന് വിചാരിച്ചിട്ട് നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ കീപ്പ് ഓൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എത്ര ഇപ്പോൾ വാച്ച് ടൈമിൽ പോവുകയാണെങ്കിലും എന്ത് സിറ്റുവേഷനിലും പോവുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ നിൽക്കുക. കാരണം നമുക്കൊരു ദിവസം നമുക്ക് വിജയം വരും. ഇതിപ്പോൾ എനിക്കിപ്പോൾ 1 lakh സബ്സ്ക്രൈബറൊന്നും കിട്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കണതല്ല. എനിക്കിപ്പോൾ ഇത്രയും സബ് കിട്ടിയത് തന്നെ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. അല്ലാണ്ട് വെറുതെ എനിക്കൊന്നും കയറണില്ല, ഇനി തൊട്ട് വീഡിയോ എടുക്കണ്ട, ഇനി തൊട്ടിട്ട് ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ ജോലിക്ക് പോയ സമയത്ത് എനിക്ക് ഭയങ്കര ലോ വ്യൂസ് ആയിരുന്നു, 400 വ്യൂ. കാരണം നമ്മളത് യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫോളോവറും കുറവായിരുന്നു, വ്യൂസിൻ്റെ ഇതും കുറവായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ വീണ്ടും യൂട്യൂബിന് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറി. അപ്പോൾ നമ്മൾ വെറുതെ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് വ്യൂസോ കാര്യങ്ങളൊന്നും കിട്ടില്ല. നമ്മൾ ഇത്തിരിയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു 1% നമ്മൾ ഇത്തിരി എഫേർട്ട് എടുക്കണം. ഇപ്പം അച്ഛനും അമ്മയും ഇവിടെ നാട്ടിലേക്ക് വന്ന സമയത്താണെങ്കിലും പൊണ്ണുബാബിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്ന സമയത്താണെങ്കിലും ഞാൻ കിട്ടണ ഫ്രീ ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഞാൻ എന്നും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ഇതുവരെ ഡെഡ് ആയിട്ടില്ല. എനിക്കറിയില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ആവുമെന്ന്. ബട്ട് ഞാൻ എപ്പോഴും ഇപ്പോൾ ഓഫീസിൽ ഇവൻ പോവുകയാണെങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ 2 മണിക്കൂർ ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ടയേർഡായി ആകെ ഇതായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻ്റ് വരുന്നു. അപ്പോൾ എനിക്കറിയുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടയേർഡ്നെസ്സും കാര്യങ്ങളും അത് മെട്രോ വിളിച്ച് അത് പോയി എന്നാലും ഞാനത് ഗിവ് അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ലോങ് വീഡിയോസ് എങ്കിലും ഞാൻ ഇടാറുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ എന്താണെങ്കിലും ചെറിയ വീഡിയോസ് ആണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും ഒരു ദിവസം ഇത് വരും. എന്തായാലും മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളും ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ജോബിന് പോയപ്പോൾ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഇത് തന്നെയാണെങ്കിൽ ഭയങ്കര ജോലിക്ക് പോണ പോലെ പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് ലെഷർ ടൈം അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഇൻകം
കാര്യങ്ങൾ കിട്ടുന്നത് ഒരു ഭയങ്കര വലിയ കാര്യമല്ല. എനിക്കത് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നിട്ടോ. നമ്മളിപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. എപ്പോഴും ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കരുത്. എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഓൺലൈൻ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് കുട്ടി കുട്ടി ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്നോ നമ്മളൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഹാർഡ് ടൈം കൂടെ പോവുകയാണെങ്കിലും ഇപ്പോൾ നല്ല മൂവ്മെൻറ്റ് കൂടെ പോവുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെ കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുക എന്തെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ അതാട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തിട്ടും നടക്കാണ്ടാവുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. വീണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നമുക്ക് പറ്റണോടത്തോളം വരെ ട്രൈ ചെയ്യുക. എന്തെങ്കിലും നമ്മളൊരു ദിവസം സക്സസ് ആവും. ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഉണ്ടോ തോന്നിക്കണേ. അപ്പോൾ ഭയങ്കര സക്സസ്ഫുള്ളായിട്ടുള്ളൊരു പേഴ്സണായിട്ടൊന്നല്ല ഇവിടെ ഇരിക്കണം. എന്നാലും എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ ജേർണിയും കാര്യങ്ങളും. ഇപ്പോൾ അത് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറേ അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരും. അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. ആദ്യമൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വിറ്റായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് മിക്സിങ് ആണ് ആ ടൈമിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ചെയ്യണ സമയത്ത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. വേറെ പണിയില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ പറയുന്ന ആൾക്കാർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണത്. ഞാനാണെങ്കിൽ എനിക്കൊരു ഇഷ്ടമില്ലാത്ത വീഡിയോ കാണുകയാണെങ്കിൽ ഞാനത് സ്ക്രോൾ ചെയ്ത് പോകും. അല്ലാണ്ട് അത് നോക്കിയിരുന്ന് അവരെ ഗുണദോഷിച്ച് അവരെ കുറേ കുറ്റം പറഞ്ഞിട്ട് എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ഇഷ്ടമില്ല പറഞ്ഞിട്ട് കാണില്ല ഞാൻ പോലും. നല്ല വീഡിയോസ് ആണെങ്കിൽ കണ്ടിട്ട് പോയിട്ട് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ. അതിപ്പോൾ എത്ര തന്നെ അപ്പോൾ ആ കാണാതിരിക്കുന്ന ടൈം കൊണ്ട് ഒരു കമൻറ്റ് ഇടുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇഷ്ടമില്ലെങ്കിൽ അത് കാണണ്ട. അപ്പോൾ നമ്മൾ ആദ്യ വീഡിയോ ഇതിപ്പോൾ എനിക്ക് ഇന്ന ടൈപ്സ് വീഡിയോ ആണ് ഇഷ്ടം, ഇങ്ങനത്തെയാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരാളെ കൊണ്ട് അത് നിർബന്ധിച്ച് നിങ്ങൾ ഇന്ന ടൈപ്പ് കണ്ടൻറ്റ് വീഡിയോസാണ് നിങ്ങൾക്ക് പറ്റണത് എന്ന് പറഞ്ഞ് ആരെങ്കിലും അത് സമ്മതിക്കും. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ എന്താണ് നമ്മളത് പ്രിഫർ ചെയ്ത് നമ്മളത് പോയി കാണാം. ഇഷ്ടമില്ലെങ്കിൽ അത് കാണാണ്ട് ഇഗ്നോർ ചെയ്ത് പോവുക, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പിടിവാശിയാണ് ഇങ്ങനത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കഷ്ടപ്പാട് അറിയാം. ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് പല രീതിയിലുള്ള കണ്ടൻസ് ഉള്ള വീഡിയോസ് നമ്മൾ ഇടണം. അതിൽ ആൾക്കാർക്ക് ഓഡിയൻസിന് ഏതാണ് കൂടുതൽ ഇഷ്ടം, മാന്യം മര്യാദയായിട്ടുള്ള വീഡിയോസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും ഓഡിയൻസിന് ഏതാണ് കൂടുതൽ ഇഷ്ടം, നമുക്ക് എൻഗേജ്മെൻറ്റ് ഏതാണ് കൂടുതൽ കിട്ടണേ, വ്യൂസ് ഏതാണ് കൂടുതൽ കിട്ടണേ, അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾക്ക് വ്യൂ ഒന്നും കിട്ടില്ല. ഞാനിപ്പോൾ ദുബായിലിരിക്കുന്ന സമയത്ത് ഫുൾ കുക്കിംഗ് വീഡിയോസ് ഒരെണ്ണം ചെയ്യണ്ടായിരുന്നു. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് പോലെ വീട്ടിലത്തെ ഇങ്ങനെ ഷോർട്സ് ഒരെണ്ണം ട്രെൻഡിങ് ആയിരുന്നല്ലോ. ഒക്കെ ട്രൈ ചെയ്തിട്ടും ഒന്നും നമുക്ക് 400 വ്യൂ ആണ് അത് ചെയ്യണതിന് കിട്ടണേ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഹാക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 1K 400 കമ്പയർ ചെയ്യുമ്പോൾ 1K കിട്ടുമ്പോൾ നമുക്ക് അതിലായിരിക്കും ഫോളോവേഴ്സ് കൂടുതൽ. ഇത്രയും നല്ല ചെറിയ രാവിലെ തൊട്ട് വൈകുന്നേരം നടക്കണ വീഡിയോസ് ബിറ്റായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വ്യൂസ് കഷ്ടപ്പാടുമാണ്. അതിന് വ്യൂ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ നമ്മളെ ടൈമും എനർജിയും അതിന് വേസ്റ്റ് ചെയ്യണം. ഓഡിയൻസിന് ഇതുപോലെ ഹാക്ക് വീഡിയോസാണ് ഇഷ്ടം. എൻ്റെ ഇതിൽ അതാണ്. ചിലവർക്ക് മേക്കപ്പ് ആവും, ചിലവരുടെ വർക്കൗട്ട് വീഡിയോസ് ആവും കൂടുതൽ ഇഷ്ടം, ചിലവരുടെ ലൈഫ് സ്റ്റൈലായിരിക്കും, ട്രാവലായിരിക്കും, അങ്ങനെ പല ഇത്. ചിലവരുടെ എല്ലാതും ഇട്ടാലും ക്ലിക്കാവും. ഒരു റീച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിട്ടാലും ഇഷ്ടമാവും. അങ്ങനെയുണ്ട്. അപ്പം എൻ്റെ വീഡിയോസിലാണെങ്കിൽ കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ വക ഹാക്കാണ്. ലോങ് വീഡിയോസ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടി പിള്ളേരും കുറേ അമ്മമാരും അവർക്കൊക്കെ ഒരു പൊന്നൂന് ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും പൊന്നൂന് ഇതിനൊക്കെ കമൻറ്റൊക്കെ ഇടാറുണ്ട്. പിന്നെ യൂട്യൂബ് വഴി കുറേ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലും കിട്ടിയിട്ടുണ്ട്. അവരെനിക്ക് സംസാരിക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ യൂട്യൂബ് ഫ്രണ്ട്സിനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മോട്ടിവേഷനാട്ടോ. ചിലവരൊന്നും അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ചിലവരൊക്കെ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ഭയങ്കര ഒരു ഫാമിലി പോലെ കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബിലുള്ളവർ. അപ്പോൾ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പം എല്ലാവരും നന്നായി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ എന്ത് നല്ലതല്ലേ. നമ്മൾ എന്തിനാണ് മറ്റുള്ളവർ അവർ നന്നാവരുത് എന്നൊക്കെ വിചാരിച്ച് ഫുള്ള് നെക്കടിച്ചിട്ട് എന്താണ് കാര്യമല്ലേ. അപ്പം ഇതൊക്കെയാണ് ഒരു
കാര്യം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്, എന്തൊക്കെയാണ് മോണിറ്റൈസേഷൻ ആവാനുള്ള ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചില വീഡിയോസ് യൂട്യൂബിൽ കുറേ ഉണ്ട്, എന്നാലും കണ്ടിട്ട് മനസ്സിലാവണമെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു കമൻറ്റ് ഇട്ടാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ട്, അതൊക്കെ ഇഗ്നോർ ചെയ്യുക. നമ്മൾ മാന്യം മര്യാദയായിട്ടുള്ള നല്ല വീഡിയോസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അതൊന്ന് ഒക്കെ ഇഗ്നോർ ചെയ്യുക. എത്ര നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ ഒരു നെഗറ്റീവ് ഉറപ്പാണ്. ഞാൻ ഭയങ്കര വലിയതായി എന്നല്ല പറയണേ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്താണ് നമുക്ക് അങ്ങനെയൊക്കെ വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടിയെന്ന് വിചാരിക്കണു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാനൊരു ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കൊരു ഫോട്ടോഷൂട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം മീൻസ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തോളൂ കേട്ടോ. ഇവിടെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം കാണാം, അതിൽ പോയിട്ട് ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലും ചോദിക്കാം. പിന്നെ ഡെയിലി ബേസിസിൽ ഞാൻ ചെയ്യണ ഓരോ വീഡിയോസൊക്കെ കാണാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.